എന്താ? ഹലോ എടോ, താൻ ഓക്കെ അല്ലേ? എടോ എന്താ പ്രശ്നം? ഹലോ. കുക്കി, എന്താടി? എന്താ ക്രിസ്റ്റി? എന്താടാ? എനിക്കറിയണ, ഞാൻ കാറിന്റെ സൗണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാ കണ്ടേ. എന്താ കുക്കി? ഇതാരാ? ഇത് ക്രിസ്റ്റി, എന്റെ ഫ്രണ്ടാ. ഇവിടെ പെയിൻ ഗസ്റ്റ് ആയി വന്നതാ. ഹായ്. എന്താടി? ഒന്നുമില്ല, പെട്ടെന്ന് ഇയാളെ കണ്ടപ്പോ പേടിച്ചു പോയി. കുന്തം, നിന്റെ കാർച്ച കേട്ട് ബൈക്ക് സ്റ്റാൻഡിൽ പോലും ഇടാണ്ടാ ഞാൻ വന്നെ. നീ ഇറങ്ങാനായോ? ആടാ, വൈകിട്ടാണോ? ഓക്കേടാ, ബൈ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് രാവിലെ തന്നെ ഇറങ്ങിക്കോളും. നീ എത്ര ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ തേടി വന്നിരിക്കും, എത്ര ദൂരത്താണെങ്കിലും. ഞാൻ നിന്നെ വിളിക്കാൻ വന്നപ്പോ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. മീറ്റിംഗിലായിരുന്നടാ, അതാ ലോക്ക് ചെയ്തേ. ഇരിക്കും പോലെ, നിനക്ക് ഇഷ്ടാവുന്നറിയില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും ഭേദമായിരിക്കും. ഗുണം കഴിച്ചിട്ടോടി. എനിക്ക് മതി. ഈ പെണ്ണ് അവിടുന്ന് വന്നത് മുതൽ ഒരു മാതിരി സ്വഭാവം. വീട് മമ്മി, നീ ഒറ്റ ആളെ വാശാക്കുന്നേ. ഓ, ഞാൻ കിടക്കാൻ പോവാ. കഴിച്ചു കഴിഞ്ഞാ ഈ പാത്രങ്ങളൊക്കെ അടച്ചു വെച്ച് വേസ്റ്റും കളഞ്ഞ് പാത്രം വെള്ളം ഒഴിച്ചിട്ടെങ്കിലും പോവുക. ആ മമ്മി, കുക്കി എവിടെ പോയതായിരുന്നു? മുംബൈ യൂണിവേഴ്സിറ്റിയില്, യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ. ഇവിടെ നല്ല കോളേജസ് ഉണ്ടല്ലോ. ഇല്ലാഞ്ഞിട്ടല്ല, സ്കോളർഷിപ്പ് എഴുതി കിട്ടിപ്പോയതാ. അവക്ക് അവിടെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞു പോയതാ. 2 മാസം കഴിയുന്നതിന് മുമ്പ് ആള് തിരിച്ചെത്തി. അതെന്താ? റാഗിങ്. നോർത്തിലൊക്കെ ഭയങ്കര സീനാടാ, നമ്മുടെ നാട് പോലല്ല. ഞാനിതൊക്കെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ അവളോട് പറഞ്ഞതാ, അപ്പൊ കേട്ടില്ല. ഇപ്പൊ അതാ, ഇന്ന് രാവിലെ നീ കണ്ടില്ലേ? അയ്യോ, ഞാൻ ശരിക്കും പേടിച്ചുപോയി. അവളൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ? നല്ലതാടാ, ചിലപ്പോ ഒരു കൗൺസിലിംഗ് കൊണ്ട് റെഡി ആയേക്കും. അതെ, മമ്മീനോട് നാളെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അതിന് മാത്രം പ്രശ്നമൊക്കെ അവൾക്ക് ഉണ്ടോടാ? ഉണ്ട്, അല്ലെങ്കിൽ ഇന്നലെ ക്രിസ്റ്റീനെ കണ്ട് ഇത്രയ്ക്ക് പേടിക്കാനുണ്ടോ? അവള് സമ്മതിക്കോ? അതൊക്കെ ഞാൻ റെഡിയാക്കാം. ഹേയ്, ഡോണ്ട് ഗെറ്റ് പാനിക്. ഞാൻ പോവാ. അപ്പൊ ഈ കാര്യം ഞാൻ അവളോട് പറയണം. ഒന്ന് പോടാ, അവളെന്നെ തള്ളക്ക് വിളിക്കും. ഇല്ല, നീ നൈസിന് അവൾക്കൊരു ഹെൽപ്പ് എന്ന രീതിയിൽ പറഞ്ഞാ മതി. ആന്റി ഉണ്ടോ അവിടെ? അമ്മ എന്ന് രാവിലെ പള്ളിയിൽ പോകുന്നു നിനക്ക് അറിഞ്ഞൂടെ? വേണ്ട വേണ്ട, നിന്റെ ചാട്ട എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനൊരു ജന്തു. ഹലോ, ഇതെന്താ രാവിലെ തന്നെ? ചുമ്മാ ഇറങ്ങിയതാ. ചിമ്മയെ കാണാനാവൂലേ? അല്ല, നിന്നെ കാണാൻ. എന്നെയോ? ഇന്നലെ രാവിലെ നീ പേടിച്ചാതെയൊക്കെ ചിമ്മയോട് പറഞ്ഞു. അത് ഞാൻ ഒന്നാമത് ഓർക്കപ്പിച്ചില്ലായിരുന്നു. പിന്നെ ആ ചെക്കൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഓർക്കപ്പുറത്ത് പരിചയമില്ലാത്ത ആളെ വീട്ടിൽ കണ്ടപ്പോ പേടിച്ചുപോയി. അതൊക്കെ ഓക്കെ, പക്ഷെ ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ പേടി തോന്നുന്നത് നല്ലതല്ല കുക്കി. എനിക്കൊരു പ്രശ്നവുമില്ല, നീ ഒന്ന് ഇറങ്ങിപ്പോകാവോ? കുക്കി പ്ലീസ് ലീവ് മീ അലോൺ. അത് നടക്കില്ല ചിമ്മി, അവള് വരില്ല. എന്താടി, എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. അവള് വല്ലോ പറഞ്ഞോ? അവളുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. നീ ചോദിക്കൊന്നും വേണ്ട. ഞാൻ നാളെ വീട്ടിൽ പോവും. സൺഡേ ഈവനിങ് തിരിച്ചു വരും. ആ, നാളെ വെള്ളിയാഴ്ച ആയല്ലേ? ക്രിസ്റ്റി, പോകുമ്പോ ഇവിടെ കുറച്ച് ഇഞ്ചിയും ചേമ്പും ഒക്കെ ഉണ്ട്, അതും കൂടെ എടുത്തോ. ഞാൻ എടുത്ത് വെച്ചേക്കാം. ഓക്കെ ആന്റി. ഞാൻ വീട്ടിൽ പോവാ. ബീഫ് നീ മേടിക്കത്തില്ലേ? ഞാനും കുക്കിയും ബീഫും മേടിച്ചു വന്നോളാം. വേറെന്തെങ്കിലും വേണേൽ ഇപ്പോഴേ ഓർത്തു തുടങ്ങിക്കോ. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകത്തില്ല. ഓ ആയിക്കോട്ടെ.
ചിമ്മി ആൻ എന്നെ മൈൻഡ് ആക്കുന്നില്ലടാ. നീയല്ലേ നാളെ ചീത്ത പറഞ്ഞു വിട്ടെ. ഞാൻ അവളെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാം. ആ പോയി പിണ്ടിട്ടോ, ഞാൻ കാർ എടുത്തിട്ട് വരാം. വേണ്ട, വെയിറ്റ് ചെയ്യണ്ട, നീ പൊക്കോ. എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ. അന്നാമേ, പിണക്കമാണോ എന്നോട് ഇണക്കമാണോ? പൊക്കോളം, നല്ല ഇടി വെച്ച് തരുന്നേ. അതെന്റെ അന്നാമ്മ ചുമ്മാ പറയുന്നല്ലേ. അങ്ങനെ എന്നെ സോപ്പിടൊന്നും വേണ്ട. സോറി ഡി. ഓ വരവ് വെച്ചു. ഒന്ന് ചിരിക്കണോ? ഞാൻ എണ്ണ വേണ്ടേ? കപ്പ ബിരിയാണി കഴിച്ചായിരുന്നോ? അതൊന്നും വേണ്ട. നീ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം. എന്ത് കാര്യത്തിന്? എടി, ഒരു കൗൺസിലിംഗ് കിട്ടിയാൽ നിന്റെ ഇപ്പത്തെ പേടിയൊക്കെ പോവും. എന്ത് പേടിയാന്ന് ഞാൻ ഡോക്ടറോട് പറയണ്ടേ? റാഗിങ്. എന്റെ ഇഷ്യൂ റാഗിങ് അല്ല അന്നാമ്മേ. എന്നെ ആരും റാഗ് ചെയ്തിട്ടുമില്ല. പിന്നെ അത് ഒന്ന് പറ, പെണ്ണെ പേടിപ്പിക്കാതെ. ഞാൻ പറയാം, പക്ഷെ നീ ഇതാരോടും പറയരുത്. ഇല്ല. ദേ, മാതാവിന്റെ മുമ്പ് നീ ഇത് പറയുന്നത്. മാതാവാണെ സത്യം ഞാനിത് ചിമ്മിയോട് പോലും പറയില്ല. അന്ന് പറഞ്ഞ പോലെ എന്നെ കോളേജിലാരും റാഗ് ചെയ്തിട്ടില്ല. പിന്നെ അത് കോളേജിന് പുറത്തുള്ള ഒരാളാ. ആര്? ഹിസ് ഡാമൻ. Alone Damon. Front row, run it up when they hype me. The following grows, they know how to ignite me. Call me CEO, I've been running right, see. And I ain't playing games, I create my own lane, making pleasure out of pain, turning losses into gains, I'm the boss, I'm making change, I've been rocking this exchange, popping off and risking things, gonna make a fucking name, I just wanna be famous, but I don't want that cheap fame, no I'm not that vain, I just wanna be greatness, I just wanna be greatness, I just wanna be greatness, I just wanna be greatness. 2 മാസങ്ങൾക്ക് മുമ്പ് കോളേജിൽ ആദ്യത്തെ 1-2 ആഴ്ച എല്ലാം നല്ല രസമായിരുന്നു. നല്ല കോളേജ്, നല്ല ക്ലാസ്മേറ്റ്സ്, നല്ല ടീച്ചേഴ്സ്. അവിടെ എനിക്ക് നാട്ടിൽ നിന്നുള്ള ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. എല്ലാവരെയും ഞാൻ മിങ്കിളായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റൂബൻ ഫിലിപ്പ്, അവനും ഞാനും വളരെ വേഗത്തിൽ ക്ലോസ് ഫ്രണ്ട്സായി. അവൻ കാരണമാണോ? നോ, ഹി വാസ് ആൻ ഏഞ്ചൽ. ഇവിടുത്തെ പാവ് ബജി അടിപൊളിയാണ് മോളെ. നിനക്ക് എന്താ അടിപൊളി അല്ലാത്തെ? വാ. ആരാ അവര്? ഉണ്ടല്ലേ, അവര് നമ്മളെ കാണണ്ട. क्या तुम्हें याद नहीं रखना चाहिए कि जब तुमने मेरे विरुद्ध बात की तो तुम्हारी मृत्यु निकट थी. അയാളാരാ? നീ അധോലോകം മധോലോകം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അതാ പോയത്. വായും പൊളിച്ചു നിൽക്കാതെ വാ കുരിപ്പേ. ആ ഇൻസിഡന്റിന് ശേഷം പിന്നെ ഒരാഴ്ച എല്ലാം ഓക്കെ ആയിരുന്നു. ഇതിനിടയിൽ റൂബന്റെ പെരുമാറ്റത്തിൽ നിന്ന് അവൻ എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് അവനോട് അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ മാക്സിമം അവനത് പറയാതിരിക്കാൻ നോക്കി. ബിക്കോസ് ഹി വാസ് എ ഗുഡ് പേഴ്സൺ. എനിക്ക് അവന്റെ ഫ്രണ്ട്ഷിപ്പ് വേണമായിരുന്നു. അവൻ എങ്ങനെ എന്നെ പ്രപ്പോസ് ചെയ്താ ഞാൻ അതിന് നോ പറഞ്ഞ അവൻ പിന്നെ എന്നോട് മിണ്ടാതായാലോ എന്നതായിരുന്നു എന്റെ പേടി. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ഞാൻ അയാളെ വീണ്ടും കണ്ടു, ഒറ്റയ്ക്ക്. ഈ കോപ്പിലെ ക്യാബ് വരാൻ പറ്റില്ലെങ്കിൽ അവർക്ക് നേരത്തെ പറഞ്ഞൂടെ? ഹലോ റൂബൻ, നീ എവിടെയാ? നീ ഒന്ന് ലൈറ്റ് മാളിലോട്ട് വരുമോ? നല്ല മഴയുടെ ക്യാബ് ഒന്നും കിട്ടുന്നില്ല. നീ ഒന്ന് വന്ന് കൂട്ടുവോ? 9 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കയറണം. താങ്ക്സ്. വാ. അയ്യോ, എന്റെ പേഴ്സ്.
അന്ന് നല്ല മഴയായിരുന്നു. അയാളെന്തെന്നറിയാതെ ഞാൻ ലിഫ്റ്റിലോട് കയറി. കറണ്ട് പോയി. ലിഫ്റ്റ് നിന്നു. കുറേ നേരം ഒച്ച വെച്ചിട്ട് ആരും വന്നില്ല. അയാളൊരക്ഷരം പോലും മിണ്ടിയില്ല. അയാളുടെ നിശബ്ദത എന്നെ കൂടുതൽ പേടിപ്പെടുത്തി. എന്റെ ഫോണിലെ റേഞ്ചും പോയി. ആ രാത്രി മുഴുവനും അയാളെന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയത്തിൽ ഞാനൊന്ന് കണ്ണടയ്ക്ക് പോലും ചെയ്തില്ല. പക്ഷെ അയാളെന്നെ ഒന്നും ചെയ്തില്ല. എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പണായി. അയാളൊന്ന് തിരിഞ്ഞു പോയി നോക്കാതെ ഞാൻ ഇറങ്ങി ഓടി. പിന്നീട് ഒരിക്കലും അയാളെ കാണാൻ ഇടവരുത്തില്ലെന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ കുക്കി മോളെ എന്തുണ്ടായി? നീ പിന്നെ അയാളെ കണ്ടോ? കണ്ടു. That was the worst day in my life. ലിഫ്റ്റ് ഇൻസിഡന്റിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി അയാള് ജുവൽ, നിനക്കെന്നെ ഒരു പക്ഷെ അറിയില്ലായിരിക്കാം. ദാറ്റ്സ് ഓക്കെ. പരിചയപ്പെടാൻ ഈ ഒരുപാട് ടൈം ഉണ്ടല്ലോ. ഡോണ്ട് ക്രൈ. നിന്നെ ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. നിനക്കതിന് കഴിയുകയില്ല. ഉപദ്രവിക്കില്ല എന്ന അയാളുടെ വാക്കിന് വെറും മണിക്കൂറുകളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി അയാളെന്നെ പ്ലീസ് എന്നെ പ്ലീസ് എന്നെ ചെയ്യരുത്. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. പ്ലീസ് ലീവ് മീ. കുക്കി, അയാളെന്നെ മോളെ നീ എന്തെങ്കിലും പറയാനേ? പറഞ്ഞിട്ടോ എനിക്ക് സംഭവിച്ചത് മാഞ്ഞു പോകുമോ? എന്നുവെച്ച് ഇവളെ പോലുള്ളവരെ വെറുതെ വിടാൻ പാടില്ല. നിനക്കറിയില്ല അയാളെ. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും. ഇതൊക്കെ ചിമ്മി അറിഞ്ഞ ഇല്ല. എനിക്ക് അവനെ കൊലക്കെടുക്കാൻ വയ്യ. അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിച്ചത് ഞാൻ കാരണം. എന്റെ നിർബന്ധം കാരണം മമ്മിയും ചിമ്മിയും എന്നെ അങ്ങോട്ട് വിട്ടത്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? അല്ല, നീ അപ്പൊ എങ്ങനെ ഇവിടെ എത്തി? രക്ഷപ്പെട്ട് ഓടിയതാ ഞാൻ. ജീവനോടെ തിരിച്ചെത്താൻ പറ്റുന്ന പോലും കരുതിയില്ല. ഒരുപക്ഷെ മമ്മിയുടെയും ചിമ്മിയുടെ ഒക്കെ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം. എന്തായാലും എല്ലാം കഴിഞ്ഞില്ലേ? നീ ഇനി അതൊന്നും ഓർക്കണ്ട. ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അയാൾ എന്നെ തേടി വരും, എനിക്ക് ഉറപ്പാ. ഇങ്ങോട്ട് വരട്ടെ. കേരള പോലീസ് ആരാന്ന് അവൻ അറിയും. അങ്ങനെ അങ്ങ് നിന്നെ ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇവിടെ നിയമവും കോടതിയൊക്കെ ഇല്ലേ? നിയമത്തിന്റെ സഹായത്തോടെ തന്നെ അങ്ങേർക്ക് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ എന്തധികാരത്തില്? My husband.